Hi friends, welcome to PSC Education Aspiration. ഇന്ന് നമുക്ക് സബ്ജക്റ്റ് വെർബ് അഗ്രിമെന്റ് അല്ലെങ്കിൽ കോൺകേർഡ് പഠിക്കാനുള്ള ഈസി ടിപ്സ് ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. നമുക്ക് പോകാം. The teacher as well as the students dash late today. Options are, is, have, has. എന്താവും ഇതിൽ വരുന്നുണ്ടാവുക? ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ രണ്ട് സബ്ജക്റ്റ് ഉണ്ട്. The teacher അതുപോലെ തന്നെ the students. ഈ രണ്ട് സബ്ജക്റ്റിനെയും as well as കൊണ്ട് കമ്പൈൻ ചെയ്തിരിക്കുന്നു, അല്ലേ? ജോയിൻ ചെയ്തിരിക്കുന്നു. അപ്പോൾ ഒരു സെന്റൻസിൽ ആസ് വെൽ ആസ് എന്നൊരു ടേം കൊണ്ട് ജോയിൻ ചെയ്തിരിക്കുകയാണെങ്കിൽ അവിടെ രണ്ട് സബ്ജക്റ്റ് ഉണ്ടെങ്കിൽ ഉണ്ടാവും നോർമലായിട്ട്. അപ്പോൾ ഏത് സബ്ജക്റ്റിനെ അനുസരിച്ചായിരിക്കും വെർബ് വരുന്നുണ്ടാവുക? ഫസ്റ്റ് സബ്ജക്റ്റിനെ അനുസരിച്ചിട്ടായിരിക്കും വെർബ് വരുന്നുണ്ടാവുക. ഫസ്റ്റ് സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ വെർബും സിംഗുലർ ആയിരിക്കും. ഫസ്റ്റ് സബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിൽ വെർബും പ്ലൂറൽ ആയിരിക്കും. സോ ഇവിടെ ദ ടീച്ചർ എന്നുള്ള ഫസ്റ്റ് സബ്ജക്റ്റ് സിംഗുലർ ആണ്. അതുകൊണ്ട് തന്നെ നമുക്കറിയാം ഇവിടെ ഈസ് എന്നുള്ള ഓപ്ഷൻ ആണ് കറക്റ്റ് ആവുക. ഈസ്. അപ്പോ പഠിച്ചല്ലോ, ആസ് വെൽ ആസ് എന്നൊരു ടേം ഒരു സെന്റൻസിൽ ഉണ്ടെങ്കിൽ എപ്പോഴും അതിന്റെ ഫസ്റ്റ് സബ്ജക്റ്റിനനുസരിച്ചായിരിക്കണം വെർബ് വരുന്നുണ്ടാവുക. ഇതാണ് അവിടുത്തെ എഗ്രിമെന്റ്. അപ്പോൾ ആസ് വെൽ ആസ് എന്ന ടേം മാത്രമല്ല, അതിനോടൊപ്പം മറ്റു ചില ടേംസ് കൂടി നമുക്ക് പഠിച്ചു വെക്കാം. ആസ് വെൽ ആസ്, വിത്ത്, along with, together with, in addition to, in the company of, accompanied by, rather than, unlike, as much as. ഇത്രയും ടേംസ് ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഇത്രയും ടേംസ് നമുക്കൊരു സെന്റൻസിൽ കാണാൻ കഴിഞ്ഞാൽ അതിലെ ഫസ്റ്റ് സബ്ജക്റ്റിനനുസരിച്ചായിരിക്കും വെർബ് വരുന്നുണ്ടാവുക. ഫസ്റ്റ് സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ വെർബ് സിംഗുലർ ആയിരിക്കും. ഫസ്റ്റ് സബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിൽ വെർബ് പ്ലൂറൽ ആയിരിക്കും. ഒരിക്കൽ കൂടി ആ ടേംസ് ഞാൻ പറയുന്നു. ആസ് വെൽ ആസ്, വിത്ത്, along with, together with, as well as, with, along with, together with, in addition to, in the company of, accompanied by, rather than, unlike, as much as. Okay, clear ആയല്ലോ? As well as, with, along with, together with, in addition to, in the company of, accompanied by, rather than, unlike, as much as. ഇത്രയും ടേംസ് ഇതിൽ ഏതെങ്കിലും ഒരു ടേം ഒരു സെന്റൻസിൽ കണ്ടു കഴിഞ്ഞാൽ അതിന്റെ ഫസ്റ്റ് സബ്ജക്റ്റിനെ ഡിപ്പെൻഡ് ചെയ്തായിരിക്കും വെർബ് വരുന്നുണ്ടാകുക. അതെപ്പോഴും ഓർത്ത് വെച്ചേക്കാം, വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, നെക്സ്റ്റ് സെന്റൻസിലേക്ക് പോകാം. Neither the chief minister nor the other ministers dash come. ഒന്നുകൂടി സെന്റൻസ് വായിക്കുന്നു. Neither the chief minister nor the other ministers dash come. Options has, have, is, was. നോർമലി നോക്കൂ, ഈ സെന്റൻസിൽ ഒരു പ്രത്യേകതയുണ്ട്. ഇവിടെ ഒരു കോറിലേറ്റീവ് ഉപയോഗിച്ചിരിക്കുന്നു. നെയ്തർ നോർ എന്നുള്ള കോറിലേറ്റീവ് കൺജങ്ഷൻ ആണ് ഈ സെന്റൻസിൽ കാണുന്നത്. ഓക്കെ, അവിടെയും ഈ പറഞ്ഞ പോലെ രണ്ട് സബ്ജക്റ്റ് ഉണ്ട്. നെയ്തർ ദ ചീഫ് മിനിസ്റ്റർ, അപ്പൊ ചീഫ് മിനിസ്റ്റർ എന്ന് പറയുന്നത് ഫസ്റ്റ് സബ്ജക്റ്റും അതുപോലെ തന്നെ നോർ ദി അതർ മിനിസ്റ്റേഴ്സ് അവിടെ ഈ മിനിസ്റ്റേഴ്സ് എന്നുള്ളത് സെക്കൻഡ് സബ്ജക്റ്റും ആണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ? അപ്പോ നോർമലി ഇവിടെ ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് ഹാവ് ആണ്. എന്തുകൊണ്ട് ഹാവ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നെയ്തർ നോർ എന്ന കോറിലേറ്റീവ് കൺജങ്ഷൻ ഒരു സെന്റൻസിൽ ഉണ്ടെങ്കിൽ അതിലെ രണ്ടാമത്തെ സബ്ജക്റ്റിനെ അനുസരിച്ചായിരിക്കും വെർബ് വരുന്നുണ്ടാവുക. രണ്ടാമത്തെ സബ്ജക്റ്റ്, ഇവിടുത്തെ രണ്ടാമത്തെ സബ്ജക്റ്റ് ദ അതർ മിനിസ്റ്റേഴ്സ് എന്നുള്ളതാണ്. അത് പ്ലൂറൽ ആണ്. അതുകൊണ്ട് തന്നെ വെർബ് എന്ത് വരണം? പ്ലൂറൽ വരണം. ഇവിടെ ഈ ഹാവ് എന്നുള്ളതാണ്, ആ ഒരേ ഒരു പ്ലൂറൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഹാവ് പ്ലൂറലാണ്. നമുക്കറിയാം അതിന്റെ സിംഗുലർ ഫോം ഏതാണ്? ഹാസ് ആണ്, അല്ലെ? ഹാഡ് അതിന്റെ പാസ്റ്റ് ഫോം ആണ്, നമുക്കറിയാം. ഓക്കെ, അപ്പോൾ ഓർത്ത് വെച്ചേക്ക, ഹാവ് മിനിസ്റ്റേഴ്സ് എന്നുള്ള പ്ലൂറൽ ആയതുകൊണ്ട് വെർബ് എന്തായിട്ട് മാറി? പ്ലൂറലായിട്ട് മാറി. അപ്പൊ ശ്രദ്ധിക്കുക, ഒരു സെന്റൻസിൽ നെയ്തർ നോർ കണ്ടു കഴിഞ്ഞാൽ അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ അതുപോലെ തന്നെ ഏത് സബ്ജക്റ്റ്? സെക്കൻഡ് സബ്ജക്റ്റ് നോക്കുക. സെക്കൻഡ് സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ വെർബ് സിംഗുലർ ആയിരിക്കും. സെക്കൻഡ് സബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിൽ വെർബും എന്തായിരിക്കും? പ്ലൂറൽ ആയിരിക്കും. ഇനി നെയ്തർ നോർ മാത്രമല്ല, ഇവിടുത്തെ വേറെ ചില ആൾക്കാരും കൂടി ഉണ്ട്, അവരെയും കൂടെ നമുക്ക് പഠിച്ചു വെക്കാം. നെയ്തർ ഓർ, എയ്തർ ഓർ, നെയ്തർ നോർ, നോട്ട് ഓൺലി ബട്ട് ഓൾസോ.
ഇത്രയും പേരാണ്. ഒന്ന് ശ്രദ്ധിച്ചു വെച്ചേ. ഓർ, either or, neither nor, not only but also. ഇത്രയും ടേംസ്, ഇത്രയും കോറിലേറ്റീവ് കൺജങ്ഷൻ ഒരു സെന്റൻസിൽ ഉണ്ടെങ്കിൽ ആ സെന്റൻസിലെ സെക്കൻഡ് സബ്ജക്റ്റിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും വെർബ് വരുന്നുണ്ടാവുക. സെക്കൻഡ് സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ വെർബ് സിംഗുലർ ആയിരിക്കും, സെക്കൻഡ് സബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിൽ വെർബ് പ്ലൂറൽ ആയിരിക്കും. അപ്പോൾ ക്ലിയർ ആയല്ലോ? ഒരിക്കലും ഇത് പറയുന്നു, ഓർ, either or, neither nor, not only but also. സെക്കൻഡ് സബ്ജക്റ്റ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു. എന്നാൽ as well as, with, along with, together with, in addition to, in the company of, accompanied by, rather than, unlike, as much as എന്നിവ വന്നു കഴിഞ്ഞാൽ, എന്നിവ ഒരു സെന്റൻസ് കണ്ടു കഴിഞ്ഞാൽ ഫസ്റ്റ് സബ്ജക്റ്റിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും വെർബ് വരുന്നുണ്ടാകുക. അപ്പോൾ ക്ലിയർ ആയല്ലോ? അപ്പോൾ ഇതിന്റെയൊക്കെ ഡീറ്റെയിൽഡ് ക്ലാസ് ഞാൻ എടുത്തിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം. ഓക്കെ, താങ്ക് യു സോ മച്ച്.